വയനാട് തിരുനെല്ലിയിലുള്ള ചികിത്സയിൽ കഴിയുന്ന ഒരു 14-കാരിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശാരീരികമായി പീഡിക്കപ്പെട്ട് ചെവിക്കും കഴുത്തിനും പരിക്കേറ്റ് വെട്ടേറ്റ് കിടക്കുന്ന ആ കുട്ടി സ്വന്തം അനിയത്തിയെയും അമ്മയെയും രക്ഷിക്കുവാൻ വേണ്ടി പ്രാണൻ വരെ പണയപ്പെടുത്തിയ പെൺകുട്ടിയാണ് അവൾ. മരണം മുന്നിൽ കാണുമ്പോൾ ഒരു 14 വയസ്സുകാരിക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടുക? അമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു. അനിയത്തിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അനിയത്തിയെ ശുചിമുറിക്കകത്ത് പൂട്ടിയിട്ട ശേഷം അയൽവീട്ടിലേക്ക് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഓടിപ്പോയി പറയുന്നു, എൻ്റെ അമ്മ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അനിയത്തിയെ രക്ഷപ്പെടുത്തണം. എല്ലാവരും ഒന്ന് ഓടി വരണം. തനിക്കേറ്റ മുറിവുകളൊന്നും ആ പെൺകുട്ടി ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴും അമ്മയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. വയനാട് അപ്പപ്പാറ, മാനന്തവാടിക്ക് അടുത്തുള്ള വനപ്രദേശമാണ് അപ്പപ്പാറ. അപ്പപ്പാറ എന്ന സ്ഥലത്ത് 2 ദിവസം മുൻപ് നടന്ന ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ, പൈശാചികമായ ഒരു കൊലപാതകത്തിൻ്റെ നേർക്കാഴ്ച മുഖ്യ സാക്ഷിയാണ് ഈ കുട്ടി. അമ്മയെ അവരുടെ 2ാം ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നവർ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഈ 2 പെൺകുട്ടികളോടൊപ്പം പ്രവീണ എന്ന അമ്മ ഇയാൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. പ്രവീണ എന്ന 36 വയസ്സുള്ള യുവതി അവരുടെ ആദ്യ ഭർത്താവായ ഗിരീഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ദിലീഷ് എന്ന ചെറുപ്പക്കാരനോടൊപ്പം ഈ പെൺകുട്ടികളെയും കൂട്ടി മാനന്തവാടി അപ്പപ്പാറയിൽ താമസം തുടങ്ങി. ദിലീഷിൻ്റെ സ്വഭാവം ക്രമേണ മോശമായി തുടങ്ങിയപ്പോൾ ഈ യുവതി മനസ്സിലായി ഇയാളുമൊത്തുള്ള ജീവിതം മുന്നോട്ടു പോകില്ല എന്ന്. എങ്ങനെയെങ്കിലും ഇയാളുമൊത്തുള്ള ജീവിതം അവസാനിപ്പിക്കണം. തൻ്റെ പെൺമക്കളെ ഇയാളിൽ നിന്നും രക്ഷപ്പെടുത്തണം. കാരണം മൂത്ത പെൺകുട്ടിയെ ഇയാൾ മറ്റൊരു രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അവളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുമായിരുന്നു. അയാളുടെ ഉപദ്രവത്തെക്കുറിച്ച് പെൺകുട്ടി അമ്മയോട് പറയുമായിരുന്നു. അങ്ങനെ തൻ്റെ പെൺമക്കളെ അയാളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അവൾ തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും തൻ്റെ പെൺകുട്ടികളെയും കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കണമെന്ന് പ്രവീണയ്ക്ക് തോന്നി. ഇത് മനസ്സിലാക്കിയ ദിലീഷ് എങ്ങനെയെങ്കിലും പ്രവീണയെ വകവരുത്തണം. ഇവൾ ശരിയാകില്ല എന്ന് അയാൾ തീരുമാനിക്കുന്നു. ഇയാളുടെ ലക്ഷ്യം തന്നെ ഈ 2 പെൺകുട്ടികളായിരുന്നു. ഇവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പെൺകുട്ടികൾക്ക് കവചമായി ഇവൾ മാറും. അങ്ങനെ ആ രാത്രി വരുന്നു. ക്രൂരമായ പൈശാചികമായ ആ രാത്രിയിൽ ദിലീഷ് പ്രവീണയെ 2 പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് വകവരുത്താൻ ശ്രമിക്കുന്നു. മൂത്ത പെൺകുട്ടിയെ ബലമായി പിടിച്ച് ഇയാൾ പീഡിപ്പിക്കുന്നു. പ്രവീണയുടെ മുൻപിൽ വെച്ച് തന്നെയായിരുന്നു അത്. പ്രവീണയോടുള്ള ദേഷ്യം തീർക്കുക കൂടിയായിരുന്നു അത്. കത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഉപദ്രവം. പ്രവീണ അത് തടുക്കാൻ ശ്രമിക്കുന്നു. അവളെ വെട്ടി വീഴ്ത്തുന്നു. ഇത് തടയാൻ ശ്രമിക്കുമ്പോൾ മൂത്ത പെൺകുട്ടിയുടെ ചെവിക്കും കഴുത്തിനും മാരകമായി പരിക്കേൽക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. ആ പെൺകുട്ടി എത്രമാത്രം പേടിച്ചിട്ടുണ്ടാകും, എത്രമാത്രം ഹൃദയം നുറുങ്ങിയിട്ടുണ്ടാകും. മരിച്ചുപോയ ആൾ പോയി, അമ്മ നഷ്ടപ്പെട്ടു, സ്വന്തം അനുജത്തിയെ രക്ഷിക്കണം, സ്വന്തം ജീവൻ രക്ഷിക്കണം, അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആശുപത്രിയിൽ എത്തിക്കണം. ആ കുട്ടിയുടെ ഉള്ള് പിടയുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ നാട്ടിൽ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ നേരിടുന്ന സംഘർഷഭരിതമായ ജീവിത അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാർത്ത അവതരിപ്പിക്കുമ്പോൾ, നമ്മൾ വാർത്തകൾ കാണുമ്പോൾ, വാർത്തകൾ പരിശോധിക്കുമ്പോൾ, സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽപ്പെടുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. സ്വന്തം അമ്മ കൺമുൻപിൽ ജീവനു വേണ്ടി പിടയുന്നു. സ്വന്തം അനുജത്തിയെ കൊലക്കത്തിക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തണം. താനും ആ കൊലക്കത്തിക്കും കൊലയാളിക്കും ഇടയിലാണ്. തൻ്റെ ശരീരത്തിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ട്. എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ മരവിച്ച അവസ്ഥയിലാണ്. എങ്കിലും അനുജത്തിയെ രക്ഷപ്പെടുത്തണം. അവളെ വലിച്ചേച്ചുകൊണ്ട് ശുചിമുറിയിൽ പൂട്ടിയിടുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി മുറിവേറ്റ ശരീരവുമായി അയൽവീട്ടിലേക്ക് ഓടുന്നു. എല്ലാവരും ഒന്ന് ഓടി വരണേ. എൻ്റെ അമ്മ ഒരു ആക്രമിയുടെ നടുവിലാണ്. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എൻ്റെ അനിയത്തിയെയും രക്ഷപ്പെടുത്തണം. അമ്മയും അനിയത്തിയുമല്ലാതെ എനിക്കാരുമില്ല. എല്ലാവരും ഒന്ന് ഓടി വരണേ. ആ പെൺകുട്ടി കേണപേക്ഷിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് തിരികെ ഓടി വരുമ്പോൾ അനിയത്തിയെ കാണുന്നില്ല. കൊലയാളിയെയും കാണാനില്ല. ദൈവമേ, അവർ എവിടെ പോയി? ആ പെൺകുട്ടി കരഞ്ഞു വിളിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നു. ആ പെൺകുട്ടി എത്രമാത്രം പേടിച്ചിരിക്കണം, എത്രമാത്രം വേദനിച്ചിരിക്കണം.
പിന്നീട് ഉടനെ നാട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുന്നു. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ബോധം നശിച്ചിരിക്കുന്നു. പെൺകുട്ടിയെയും അമ്മയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീടാണ് പോലീസ് ചിന്തിക്കുന്നത്, ഈ 9 വയസ്സുകാരി പെൺകുട്ടി എങ്ങോട്ട് പോയി? ആക്രമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടതായിരിക്കും. പ്രതി കടന്നു കളഞ്ഞത് ഈ പെൺകുട്ടിയെയും കൊണ്ടാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, സംശയിച്ചതുമില്ല. അയൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം ഈ 9 വയസ്സുള്ള പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടാണ് വനത്തിനുള്ളിലേക്ക് കടന്നു കളഞ്ഞത്. പെരും മഴയാണ്. നമ്മുടെ ഈ പട്ടണ പ്രദേശങ്ങളിലെ മഴ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വനപ്രദേശത്തെ മഴ അതിലും കഠിനമായിരിക്കും. ഘോരമായ കാറ്റ്, 60 കിലോമീറ്റർ അധികം വേഗത്തിലാണ് കാറ്റ് വീശുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വനപ്രദേശങ്ങളിലെ കാറ്റിന് ശക്തിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂരാക്കൂരിരുട്ട്, മരങ്ങൾ കൊമ്പ് കുലച്ചിങ്ങനെ വീശിയടിക്കും. ആ കാറ്റിന്റെ ഘോരമായ ശബ്ദം പോലും ഭയം ഉണ്ടാക്കും. വിറങ്ങലിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ആ കുഞ്ഞു പെൺകുട്ടി എത്രമാത്രം പേടിച്ചിട്ടുണ്ടാകും. ആ 2 പെൺകുട്ടികളും എത്രമാത്രം പേടിച്ചിട്ടുണ്ടാകും. സ്വന്തം അമ്മ അവർക്ക് മുമ്പിലാണ് വെട്ടേറ്റു പിടഞ്ഞത്. അങ്ങനെ ആ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ ആ പെൺകുട്ടി എങ്ങോട്ട് പോയി എന്ന് പോലീസുകാരും നാട്ടുകാരുമൊക്കെ അന്തിച്ചു നിൽക്കുമ്പോൾ ഈ കൊലയാളി ദിലീഷ് എന്ന് പറഞ്ഞ കൊലയാളി ഈ പെൺകുട്ടിയെ കൊണ്ട് സ്ഥലം വിട്ടു. പോലീസുകാർ ഡ്രോണിന്റെ സഹായത്തോടെ വനത്തിന്റെ മുകളിലൂടെ പരിശോധിച്ചു. ഒടുവിൽ പ്രതിയെ പിടിച്ചു. 24 മണിക്കൂറിനുള്ളിൽ കയ്യാമം വെച്ചു കേരള പോലീസ്. ബിഗ് സല്യൂട്ട് കേരള പോലീസിന്. അവനെ പിടിച്ചപ്പോൾ ആ പെൺകുട്ടിയും കൂടെയുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. തന്റെ പെൺകുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണല്ലോ ഈ ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയാകണം 9 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയത്. ഒരപകടവും സംഭവിക്കാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈശ്വരാനുഗ്രഹം എന്ന് പോലീസുകാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന മൂത്ത പെൺകുട്ടിയുടെ പരിശോധനയിൽ കുട്ടി പല പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതോടെ പ്രതിക്ക് നേരെ പോസ്കോയും ചുമത്തിയിരിക്കുന്നു. ഇനി ഈ പെൺകുട്ടികൾക്ക് ആരാണുള്ളത്? അവരെ സംരക്ഷിക്കുന്ന അമ്മ പോയി. അമ്മയുടെ വിഡ്ഢിത്തത്തിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടമായിരിക്കുന്നു. സ്വന്തം മകളുടെ മാനം വരെ നഷ്ടമായിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളുണ്ട്. അവരൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. ഈ കാലഘട്ടം ഒരു അതിജീവനത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ കൊച്ചു കേരളം ഇതൊക്കെയാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടികൾ തന്നെ ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരും, എന്തൊക്കെ അതിജീവിക്കേണ്ടി വരും. വേദനിപ്പിക്കുന്ന ഈ കഥകളൊക്കെ മറന്ന്, ഈ സംഭവങ്ങളൊക്കെ മറന്ന് ഒരുപാട് കാര്യങ്ങളിൽ ജീവിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അവർക്കെല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ.